ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന റെസിപ്പി ഒരു സ്നാക്സ് ആണ്. പൊട്ടറ്റോയും ഗോതമ്പ് പൊടിയൊക്കെ കൊണ്ട് തയ്യാറാക്കിയ ഈ സ്നാക്സ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് തയ്യാറാക്കിയെടുത്താൽ എണ്ണയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. 2 വലിയ പൊട്ടറ്റോ രണ്ടായിട്ട് മുറിച്ച് കുക്കറിൽ 3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുത്തതാണ്. ചൂട് മാറിയതിന് ശേഷം അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ പൊട്ടറ്റോ കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുന്ന പോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. കിഴങ്ങുമായിട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പൊടികളും എല്ലാം നല്ലവണ്ണം മിക്സായി കിട്ടണം. ഈ രീതിയിൽ കുഴച്ചെടുത്ത് ഇതിനി ഒന്ന് മാറ്റി വെക്കാം. ഈ ഫില്ലിങ്സ് വെക്കാനായിട്ട് ചപ്പാത്തി പോലെ മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഈ ഗോതമ്പ് പൊടി നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നിന്നും ചെറിയ ബോളുകളായിട്ടെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പലയിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഒത്തിരി നൈസുമാകരുത്, എന്നാൽ കട്ടി കൂടുകയും ചെയ്യരുത്. ഈ ഒരു കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഈ ചപ്പാത്തിയുടെ 4 വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കണം. 4 വശവും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതേ നടുക്കൂടി ഒന്നും കൂടി കട്ട് ചെയ്തത് 2 പീസാക്കി മാറ്റണം. ചപ്പാത്തി 2 പീസാക്കിയതിന് ശേഷം പൊട്ടറ്റോയുടെ ഫില്ലിങ്സിൽ നിന്നും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് അത് ഇതുപോലൊന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒരു പീസിലേക്ക് വെച്ച് കൊടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ സ്നാക്സിൽ നിന്നും ഫില്ലിങ് വെളിയിൽ പോകാതിരിക്കാൻ ഇതിൻ്റെ സൈഡ് വശമൊക്കെ മൈദ കലക്കിയ മാവ് കൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഈ രീതിയിൽ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത ശേഷം 2 വശവും ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ചപ്പാത്തിയിലും ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്തെടുക്കാം. ഈ രീതിയിൽ 7 സ്നാക്സിനുള്ളത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായി വന്ന ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി കൊണ്ടുള്ള ഈ റോള് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. 2 റോൾ ഒരുമിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സ്നാക്സ് ഇട്ട് കൊടുത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകുന്ന ഒരു സ്നാക്സാണ്. ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കഴിയുമ്പോൾ മൂത്ത് വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. റോള് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതേ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൊട്ടറ്റോ കൊണ്ടുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നിങ്ങൾക്ക് 2-3 ദിവസം ഇതുപോലെ റോൾ ഉണ്ടാക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.